സംഭവം ആക്ച്വലി നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്തത്. അതായത് ഒരു 12 പേര് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് 2 lakhs അടുത്ത് വ്യൂസും 500+ സേവ്സും 10K+ ഷെയർസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോ കിട്ടിയത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് വെൽക്കം ടു Day 4 ഓഫ് ലേണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ റീൽസ്. അതെ, ഒന്നുകൂടുക. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ടൊരു അക്കൗണ്ട് ചെയ്തു എന്നുള്ളത്. ആ അക്കൗണ്ടാണ് PDK കേൾക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, അതിലാകെ 12-15 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ, മിനിസോ പറഞ്ഞ ബ്രാൻഡിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതിന് വന്ന റിസൾട്ടാണ് ഈ പറഞ്ഞ പോലെ ഏകദേശം ഇത്ര സേവ്, 500 മുകളിൽ സേവ്സും ഓൾമോസ്റ്റ് 10K അടുത്ത് ഷെയർസും അതേപോലെ തന്നെ കണ്ട 2 ലക്ഷത്തിനടുത്ത് നമുക്ക് എന്ത് വന്നിട്ട് വ്യൂസ് വന്നിട്ട്. ഇത് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഞാൻ അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മുടെ സ്കിൽ പീഡികൻ്റെ പേജിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഈ വീഡിയോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏകദേശം 30K അടുത്ത് നമുക്ക് ഷെയർസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ നമുക്ക് 1.5 മില്യൻ്റെ അടുത്താണ് നമുക്കിതിൽ വ്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗാനിക് ആൻഡ് പെയ്ഡ്. ഓർഗാനിക് എന്താണെന്നുള്ളത്, പെയ്ഡ് എന്താണെന്നുള്ളതും. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറും 12-15 ഫോളോവേഴ്സിൽ അക്കൗണ്ടിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് നല്ലൊരു കണ്ടന്റ് പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയൊരു എമൗണ്ട് നമ്മൾ ആഡ്സ് റൺ ചെയ്തിരുന്നു. ആ ആഡ്സ് റൺ ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഓഡിയൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ടാവും. ആ പരസ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത്, അത് ഈ പറഞ്ഞ പോലെ മെറ്റ അല്ലെങ്കിൽ ഗൂഗിൾ ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ ആഡ്സിന് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് അത് നിങ്ങളിലേക്ക് കാണുന്നത്. മറിച്ച് അതല്ലാതെ നിങ്ങൾ കണ്ടിട്ടുള്ളൊരു രീതിയായിരിക്കും എന്ത്, ഓർഗാനിക് ആയിട്ട് കണ്ടൻസ് ഇട്ടിട്ട് ഓഡിയൻസിലേക്ക് എത്താന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ബ്രാൻഡുകളുടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കണ്ടിട്ടുണ്ടാവും. അത് ഒരു രീതിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റ് നമ്മൾ ബിൽഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു ടേം ഓർഗാനിക്കും പെയ്ഡും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും എന്താണ് ഓർഗാനിക് എന്നുള്ളതും എന്താണ് പെയ്ഡ്.